എത്രയും പെട്ടെന്ന് ദുർഗ പറഞ്ഞത് നടന്നേ തീരൂ. ഇപ്പോ 1 മാസം കഴിയുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഉള്ളിൽ ചെല്ലാൻ പാടില്ലാത്ത ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവള് പിന്നെ കരയേണ്ടി വരും. കുറ്റം മോഹിനിയുടെ തലയെ കെട്ടിവെക്കാനും പറ്റും. അല്ല, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെയല്ലേ എല്ലാവരും സംശയിക്കത്തുള്ളൂ. കാരണം ഇവിടെ നിന്നാണല്ലോ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് അവള് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ അത് കേസും വഴക്കും ഒക്കെ ആവുകയാണെങ്കിൽ ഞാൻ പോലീസിന് പിടി കൊടുത്തോളാം. ഞാനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞോളാം. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ മോളെ കാണാൻ ചെന്നപ്പോൾ മോളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയെ ഇനി കിട്ടുവാൻ പാടില്ലമ്മേ. ഞാനും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. നമ്മൾ കണ്ണനെയും മഹാലക്ഷ്മിയും പലതവണ വേർപിരിക്കാൻ നോക്കിയതാ. അതൊന്നും നടന്നിട്ടില്ല. അവസാനം ദൈവമായിട്ട് തന്നെയാ അവരെ ഭിന്നിപ്പിച്ചത്. അവരിങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുഞ്ഞു പോകുന്നതിൽ കണ്ണന് സന്തോഷമായിരിക്കും.